വാഗ്ദാനങ്ങൾ നൽകി ഒട്ടേറെ പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ദമ്പതികൾക്കെതിരെ ചവറ പോലീസ് കേസെടുത്തു. ചവറ മേനാമ്പള്ളി സരിതാ ഭവനിൽ സരിത, ഭർത്താവ് അംബുജാഷൻ എന്നിവർക്കെതിരെയാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. മത്സ്യബോട്ട്, സൂപ്പർമാർക്കറ്റ് എന്നിവയിൽ നിന്നുള്ള ലാഭവിഹിതം വാഗ്ദാനം ചെയ്തും വീട് നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞും 40-ലധികം പേരിൽ നിന്നാണ് ഇവർ പണം കൈപ്പറ്റിയത് എന്നാണ് ആരോപണം. അവിടെ ഈ കാശില്ല, എവിടെങ്കിലും കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ എന്താ ഞങ്ങളും അതിനകത്ത് കൂട്ടുന്നതിന് ലക്ഷങ്ങൾ ചെലവാക്കുന്നത് പറ്റത്തില്ല. ഒന്നും ഇനി പറ്റത്തില്ല, ഇനി ഞങ്ങളെ പറ്റിക്കാനേ പറ്റത്തില്ല. ചിട്ടി, അത്തച്ചുട്ടി, അടിച്ചാൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ചിട്ടി എന്നിവയിൽ ചേർന്നവരുടെ പണവും ദമ്പതികൾ തട്ടിയെടുത്തതായാണ് പരാതി. മേനാമ്പള്ളി പറ്റൂർ വടക്കത്തിൽ ലിസയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്ക് 32,70,000 രൂപയാണ് നഷ്ടമായത്. 18 ലക്ഷം, 25 ലക്ഷം, 14 ലക്ഷം, 8 ലക്ഷം, 7 ലക്ഷം, 1.5 ലക്ഷം എന്നിങ്ങനെ പണം നഷ്ടപ്പെട്ടതായി കാട്ടി ഒട്ടേറെ പരാതികളാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. പരാതിയുമായി എത്തിയ സ്ത്രീ സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. അതിന്റെ പൈസ ചോദിക്കുമ്പോൾ പറയും ചിട്ടിയിലിടുക. അങ്ങനെ കൂട്ടി 25 ലക്ഷം എൻ്റെ മരുമക്കൾ രണ്ടും എന്നെ ഇപ്പം എൻ്റെ മക്കളും കൂടെ കയറ്റുന്നില്ല. ഞാൻ മുഖാന്തരം അവരെ കാശ് പോയി എന്നെ പിടിച്ചോണ്ട് കാശ് കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. അവർക്ക് 1 സെന്റ് ഭൂമി എൻ്റെ 2 മരുമക്കൾക്കും ഇല്ല. അവർക്ക് എവിടെങ്കിലും 4 സെന്റ് മേടിച്ച് കൊടുക്കാൻ ചെല്ല ഞാനിത് കാണിച്ചത്. എന്നെ ഇപ്പം എൻ്റെ മക്കളെ കയറ്റുന്നില്ല, ഞാൻ വെള്ളം കുടിക്കുന്നില്ല, എനിക്ക് വെള്ളം കുടിക്കാനില്ല. സംഭവം ശരി തന്നെ, ഞാനിത് ഒന്നും ഇല്ലാത്തതല്ല പറയാൻ. 4 ബുക്കിലും എനിക്ക് എഴുതി തന്നിട്ട് വേണ്ടെങ്കിൽ അക്ഷരത്തി അവള് ഞാനെന്താ വേണം. എൻ്റെ കഴുത്താ കിടന്ന് പിന്നെ അവസാനം ലോൺ എടുത്തതല്ല എൻ്റെ ശരീരത്തെ എൻ്റെ പിള്ളേരുടെയൊക്കെ കിടന്ന് എൻ്റെ പൊടി കുഞ്ഞുങ്ങൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ വരെ സ്വർണ്ണം പണയം വെപ്പിച്ചു എടുത്തു. പറഞ്ഞവള് പറ്റിച്ച് എന്നെ 6 കൊല്ലം കൊണ്ട് പറ്റിക്കുന്നു. കയറി ഇറങ്ങി പാതിരാത്രിക്ക് ഞാൻ നടക്കുക. അങ്ങനെയൊക്കെ എന്നെ ചതിച്ച് 10-14 ലക്ഷം രൂപ കയ്യെ കിടന്ന് 2 മോതിരും ഇവള് വശം പറഞ്ഞ് മേടിച്ച് കരഞ്ഞു കാണിച്ച്. ലാസ്റ്റ് ഞാൻ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് തരാമെന്ന്. ഇപ്പം പറയുന്നത് ഞാൻ കേസിനൊക്കെ ഇറങ്ങിയോണ്ട് എനിക്ക് ഒട്ടും അതിലത്തുള്ള ഒരു പെണ്ണുമ്പിള്ള എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ച് കൊടുത്തത്, ബാക്കി ഞാൻ കൊടുത്തു. ഇതുവരെ അതിൻ്റെ ഒന്നും ആയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പൈസ മേടിക്കാമെന്നുള്ള ഇതിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ച്. അപ്പം 4-5 വട്ടം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇവിടെ നടക്കുന്നു. അവൾ കണ്ട് ചിരിച്ച് അവളെ അഹങ്കരിച്ച് നടക്കും. ഇത്രാം തീയതി 5 മണിയാകുമ്പോൾ അണ്ണന് പൈസ തരാം, അണ്ണൻ നീ വന്നാൽ മതി എന്ന് പറഞ്ഞ് മാസങ്ങൾ നൽകണം. ഇപ്പം 3.5 വർഷം കൊണ്ട് എന്നെ പറഞ്ഞ് അവൾ പറ്റിക്കുകയാണ്. പിന്നാണ് ഞാൻ ഈ നിയമത്തിൻ്റെ മുന്നിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചത്. പിന്നെ കാശ് കിട്ടിയില്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തി ഇനി ഈ ഭൂമിയിൽ ഒരു സരിതകുമാരി പൊങ്ങരുത്. അതാണ് എൻ്റെ ഒരു ആവശ്യം. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കടം വാങ്ങിയും സ്വർണ്ണാഭരണങ്ങൾ വിറ്റും ലഭിച്ച പണവും ഉൾപ്പെടെയാണ് ദമ്പതികൾക്ക് നൽകിയത്. പണം നഷ്ടപ്പെട്ടതായി കാട്ടി കൂടുതൽ പേരാണ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്. എനിക്ക് അതുകൊണ്ട് എങ്ങനെങ്കിലും ഇത് കിട്ടാൻ വാക്കുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും മേടിച്ചു തരണം. എന്നെ പിള്ളേർ കൊല്ലിയാങ്ങ്. ന്യൂസ് ബ്യൂറോ, ചവറ.